يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുവാനും അവസാനം ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിലേറെ പ്രധാനമാണ് അതിൻ്റെ അന്ത്യം നന്നാവുക എന്നത്. തുടക്കത്തിൽ നന്നായി കളിക്കുന്ന ഒരു ടീം അവസാനം കളി നന്നായില്ല എങ്കിൽ അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. ആദ്യം എത്ര ഉഷാറായിരുന്നു, എത്ര നന്നായി കളിച്ചു എന്ന് പറഞ്ഞാലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ പരാജിതരാണ്. ഇത് ഏതു മേഖലയിലും അങ്ങനെ തന്നെയാണ്. കുടുംബരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഉദ്യോഗരംഗത്തായാലും ഒക്കെയും ശുഭ പര്യവസാനം അനിവാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ നിഖില മേഖലകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും ശുഭപര്യവസാനം, ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ എന്ന പ്രാർത്ഥന വിശ്വാസികളുടെ ചുണ്ടിൽ നിന്നും നിർഗളിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ കാര്യത്തിൽ എന്ന പോലെയും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം ശുഭപര്യവസാനം ഉണ്ടാകുക എന്നത് ഒരു വിശ്വാസി പരിശോധിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യൽ അനിവാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കണമേ, ശുഭപര്യവസാനം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം ആഗ്രഹിക്കുന്നത് പോലെ കുറെ കാലം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ ജീവിതത്തിനൊരു അന്ത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്ത്യം ഏത് ഘട്ടത്തിലാണ്, എപ്പോഴാണ് എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുണ്ടാക്കിക്കൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണത്തിന് കരുത്തേകുന്നത് നമ്മുടെ മനസ്സിൽ കുന്നുകൂടുന്ന ഒരുപാട് സ്വപ്നങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ സ്വപ്നങ്ങളൊക്കെയും നടപ്പിലാകുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയുന്നതല്ല. എന്നാൽ 100% ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സ്വപ്നങ്ങളെയൊക്കെയും മറുത്തു മുറിച്ചുകൊണ്ട് കടന്നു വരുന്ന മരണം അത് യാഥാർത്ഥ്യമാണ് എന്ന്
പരിശുദ്ധ ഖുർആൻ പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ മരിച്ചു പോകും, അവരും മരിക്കും പ്രവാചകരെ. ഖിയാമത്ത് നാൾ വരെയും വരുന്ന മുഴുവൻ മനുഷ്യരും മരണത്തിന് കീഴടങ്ങും പ്രവാചകരെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് അല്ലാഹു ആവർത്തിക്കുന്ന ഒരു സന്ദേശമുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. 3 അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവർത്തിക്കുന്നത്. മനുഷ്യരെ മരണത്തിന്റെ രുചി എല്ലാവരും അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നാം തിന്ന് കുടിച്ച് ചിരിച്ചുല്ലസിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഇടയിൽ നമ്മിലേക്ക് കടന്നു വരുന്ന മരണം നാം അറിയാതെയാണ് കടന്നു വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. മനുഷ്യരെ, നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എവിടെ വെച്ചാണ് നീ മരിക്കുന്നത്, അടുത്ത നിമിഷം നിന്റെ സാഹചര്യം എന്താണ് എന്ന് പറയാൻ കഴിയാത്തതുപോലെ എവിടെ വെച്ചാണ് മരണത്തെ രുചിക്കുന്നത് എന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സർവ്വ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തയെ നിങ്ങൾ അധികരിപ്പിക്കണം. വൽക്കുറു, നിങ്ങൾ ഓർക്കണമെന്നല്ല പ്രവാചകൻ പറഞ്ഞത്. മരണചിന്ത ഓർക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ആ ചിന്ത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. എവിടെ ഇരിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലും ആ ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ആ മരണം കടന്നു വന്നാൽ നമ്മുടെ അന്ത്യം ശുഭകരമായി തീരണമെന്ന ഒരു ലക്ഷ്യവും ചിന്തയും വിശ്വാസികളിൽ ഉണ്ടാകണം. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും എന്റെ അന്ത്യം ശുഭകരമായിരിക്കുമോ എന്ന ഒരാത്മ പരിശോധനയായിരിക്കണം വിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ടത്. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ അടിക്കടി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം ഈ ചിന്ത എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ വലിയൊരു സിസ്റ്റമാണ് സഹോദരങ്ങളെ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. നീ മരിക്കും മനുഷ്യ, അടുത്ത നിമിഷം നീ മരിക്കാൻ സാധ്യതയുണ്ട്. മരിക്കുമ്പോൾ ആഖിബത്തിനെ നന്നാക്കുന്ന തരത്തിൽ ശുഭപര്യവസാനത്തോടുകൂടി പടച്ചവനെ കണ്ടുമുട്ടാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് അടിക്കടി മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കുക, വിശ്വാസികളായ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാ. ഉറങ്ങാൻ വേണ്ടി കിടക്കയിലേക്ക് ചെന്നിരിക്കും. കിടക്കയിലേക്ക് ചെന്നിരിക്കുമ്പോ ഒരു വിശ്വാസിയുടെ ചുണ്ട് ചലിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥന പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂതു. വിശ്വാസികളുടെ ചുണ്ടുകൾ ചലിക്കണം, അവർ പറയണം ബിസ്മിക്കല്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ അമൂതു, ഞാൻ മരിക്കാൻ പോവുകയാ, ഞാൻ മരിക്കുകയാണ്, വഅഹ്യ, ഞാൻ ജീവിക്കുകയും ചെയ്യുകയാണ് റബ്ബേ, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രഭാതം മുതൽ ഈ രാത്രി വരെയും എനിക്ക് ജീവൻ നൽകിയല്ലോ പടച്ചവനെ, ആയുസ് നൽകിയല്ലോ തമ്പുരാനെ, അടുത്ത നിമിഷം എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഉറക്കമാകുന്ന മരണത്തിലേക്ക് ഞാൻ ഇതാ പ്രവേശിക്കാൻ പോകുകയാണ് റബ്ബേ. ഞാൻ ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്രഭാതമാകുമ്പോൾ ഒരുപക്ഷെ ഉറക്കത്തിൽ നിന്നും ഉണരാൻ എനിക്ക് കഴിയണമെന്നില്ല. പടച്ചുറബ് തീരുമാനിച്ചാൽ ഇത് എന്റെ അവസാനത്തെ നിമിഷമായേക്കാം. പ്രഭാതമാകുമ്പോൾ എൻ്റെ വീട്ടിന്റെ മുന്നിലേക്ക് പലരും കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും. എന്നെ ഇങ്ങനെ കിടത്തി വെള്ളത്തുണിയിട്ട് മൂടിയിട്ട് മയ്യത്തെപ്പോഴായി എടുക്കുക എന്ന് എന്നെ നോക്കിക്കൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രഭാതം നാളത്തെ പ്രഭാതത്തിൽ എൻ്റെ വീട്ടിന്റെ മുന്നിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടച്ചവനെ ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂതു.
നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുന്നു. ഓരോ മനുഷ്യനെ കൊണ്ടും അല്ലാഹു പറയിപ്പിക്കുകയാണ്. ഇത് ആരും എനിക്ക് പറഞ്ഞു തരികയല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ എനിക്ക് ഉപദേശിക്കേണ്ട കാര്യമല്ല. എന്നെ കൊണ്ട് എന്റെ നഫ്സിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയിപ്പിക്കുകയാണ്. തീർന്നോ സഹോദരങ്ങളെ? നാം ആലോചിക്കണം. വീട്ടില് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് ചെന്നിരിക്കുകയാ, വാതിലൊക്കെയും അടച്ചു, ഗ്യാസ് ഓഫാക്കി, എല്ലാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തി. ഇനി ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ട് പറയുന്നു, പടച്ചവനെ ഞാൻ മരിക്കാൻ പോകുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. തീർന്നോ സഹോദരങ്ങളെ? ഉറക്കം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എഴുന്നേൽക്കുമ്പോൾ ഞാനും നിങ്ങളും പറയുന്നില്ല സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ആ മരണത്തിൽ നിന്നും പടച്ചവനെ എഴുന്നേറ്റ് വരാൻ എനിക്ക് അവസരം നൽകിയല്ലോ തമ്പുരാനെ, എനിക്ക് ജീവൻ നൽകിയല്ലോ തമ്പുരാനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം ആവർത്തിക്കുന്നു, റബ്ബേ വഇലൈഹിൻ നുശൂർ, വഇലൈഹിൻ നുശൂർ, നിന്നിലേക്ക് തന്നെ മടങ്ങുമെന്ന സത്യം ഞാൻ ആവർത്തിക്കുകയാണ് തമ്പുരാനെ. ഇന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ മരിച്ചു പോകും. ആ പരമാർത്ഥം ഞാൻ ഇതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു റബ്ബേ. എന്തിനാണ് സഹോദരങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പറയിപ്പിക്കുന്നത്? ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഈ ഒരു സന്ദേശം നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അത് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു ഹറാം കണ്ടുകൊണ്ടുറങ്ങാൻ അവന് കഴിയില്ല. പിന്നീട് അവനൊരു ഹറാം സംസാരിക്കാനുള്ള അവസരമില്ല. അവൻ പറയുന്നു, റബ്ബേ എന്റെ അവസാന നിമിഷം ഇതോടുകൂടി കടന്നു വരികയാണല്ലോ. ആ ഒരു ചിന്തയിൽ അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കുന്നു, അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിക്കുന്നു. ആരെങ്കിലുമായിട്ടൊക്കെ പിണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ രാത്രിയിൽ ഫോണെന്നെടുത്തിട്ട് അവരെ ഒന്ന് വിളിച്ച് ആ സ്നേഹം പുതുക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നു. എല്ലാ നിലക്കും അവൻ മരണത്തിന് തയ്യാറെടുക്കണം. ഇത് നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ. പ്രഭാതത്തിനും ഇത് തന്നെ ആവർത്തിച്ചു. എന്നിട്ടൊരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ വാഹനമെടുത്തു, അതിലേക്ക് കീ ചേർത്ത് വെച്ചിട്ട് ആ വാഹനത്തിലേക്ക്, അതിന്റെ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഒരു വിശ്വാസി പറയേണ്ട ഒരു വാക്കുണ്ടല്ലോ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വാഹനത്തിലേക്ക് കയറി ആ കീ ഒന്ന് ഓണാക്കുമ്പോ നിന്റെ ചുണ്ടുകൾ ചലിക്കണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വിശ്വാസികളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ ഈ വാഹനത്തെ നീ എനിക്ക് അധീനപ്പെടുത്തി തന്നു, ഈ വാഹനത്തെ എനിക്ക് നീ അധീനപ്പെടുത്തി തന്ന പടച്ചവനെ, നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുകയാണ്. എന്നാലും എന്റെ അധീനതയിൽ ഈ വാഹനമുണ്ട് എങ്കിലും അതിന്റെ ചലനം നിയന്ത്രിക്കാനുള്ള കഴിവെനിക്കില്ല. അടുത്ത നിമിഷം മുന്നിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹ് നിന്നിലേക്ക് എത്തിച്ചേരേണ്ടവനാ, നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നു എന്ന ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നത്, ഈ വാഹനം മുന്നോട്ട് ചലിപ്പിക്കുന്നത് എന്ന് ഒരു വിശ്വാസിയെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയിപ്പിക്കുകയാണ്. എന്തിനു സഹോദരങ്ങളെ? നമ്മുടെ അവസാനം ഏത് തരത്തിലായാലും അവിടെ ശുഭകരമായ ഒരു അന്ത്യം ഉണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കാൻ എല്ലാ മേഖലയിലും ഇത് അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഒരാൾ കടന്നു വന്നിട്ട് ഒരു സഹോദരന്റെ മരണവാർത്ത അറിയിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രയാസം നമ്മുടെ മുന്നിലേക്ക് പറയുകയാ. എന്താ നമ്മൾ പെട്ടെന്ന് പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ അധീനതയിലുള്ളവരാ, നിന്നിലേക്ക് ഞാനും മടങ്ങി വരും പടച്ചവനെ, ഞാനും മടങ്ങി വരും പടച്ചവനെ. പടച്ച റബ്ബ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെറുതെയല്ല സഹോദരങ്ങളെ. ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ അടുത്ത നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കണം. ആ വാചകം പറയുന്നതോടുകൂടി അവിടെ നമ്മുടെ ആഖിബത്ത് നന്നാക്കി മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ വാക്കുകൾ പറയിക്കുന്നത്.
സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കണം, ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ആഖിബത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടാകാനാണ്. ഒരാളുടെ മരണത്തിന് മുമ്പ് നന്മയിൽ മത്സരിക്കുവാനും മരണപ്പെടുമ്പോൾ പടച്ചവനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനും പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് അള്ളാഹു ഈ സംവിധാനം ഒരുക്കിയത്. ഇന്ന് നമ്മൾ എത്രയോ മരണങ്ങൾ കാണുകയാണ് സഹോദരങ്ങളെ. വാർത്തകൾ പലതുമല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും മരണം ഒരു ട്രാജഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹണി ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ട് ജീവൻ ഹോമിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ ചിത്രം പോലും നമ്മൾ കാണുകയാണ്. പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തുന്ന രംഗം ഞാനും നിങ്ങളും വാർത്താ മീഡിയകളിലൂടെ കാണുകയാണ്. ലഹരി ഉപയോഗിച്ചിട്ട്, ലഹരിക്കടിമപ്പെട്ടിട്ട് ജീവിതം ഹോമിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ചിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും മനസ്സ് തുറന്ന് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ എന്ന് മനസ്സിൽ തട്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത തരത്തിൽ പല മരണങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അന്ത്യത്തെക്കുറിച്ചുള്ള ബോധം വിശ്വാസികൾക്കുണ്ടാകണമെന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. ഏതൊരു കാര്യവും അത് സ്വീകരിക്കുന്നത് അതിൻ്റെ അന്ത്യം നോക്കിയിട്ടാണ്. ഏതൊരു കാര്യവും, അവൻ്റെ ജീവിതമാകട്ടെ അവൻ്റെ കർമ്മങ്ങളാകട്ടെ, അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ അതിൻ്റെ അന്ത്യം നോക്കിയിട്ടാണ്. അയാൾ ഭയങ്കര ദീനി പ്രവർത്തകനായിരുന്നു. പലരെ കുറിച്ചും നമ്മൾ കേൾക്കുന്ന വാക്കാണ്. ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത മനുഷ്യനാ. പള്ളി വെച്ചിട്ടുണ്ട്, മദ്രസ വെച്ചിട്ടുണ്ട്, ഒരുപാട് തൗഹീദിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ ആഖിബത്ത് നന്നായില്ല എങ്കിൽ സഹോദരങ്ങളെ എല്ലാം വൃഥാവിലായി പോകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന്റെ ഭൂമിയിൽ നിൽക്കുകയാണ്. സ്വഹാബത്ത് മുണ്ടിച്ചിട്ട് ഹുനൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഒരു മനുഷ്യൻ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചുണ്ടിൽ നിന്നും നിർഗളിക്കുന്നത് തക്ബീറിന്റെ വാക്കുകളാണ്. കലിമത്തു തൗഹീദ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ഉറക്കെ വിളിക്കുന്നു, ഇന്നി ലമുസ്താഖുൻ ഇലൽ ജന്ന. സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അടിച്ചു വീശുന്നു, രക്തസാക്ഷിത്വം വല്ലാതെ ഞാൻ കൊതിച്ചു പോകുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. തക്ബീറാണ് വിളിക്കുന്നത്, കലിമത്തു തൗഹീദാണ് വിളിച്ചു പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും ആ മനുഷ്യനെ ഉറ്റുനോക്കി. പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ഇന്നഹു മിൻ അഹ്ലിന്നാർ. സ്വഹാബത്തെ, ആ ആവേശത്തോടെ പോരാട്ട ഭൂമിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാൾ നരകാവകാശിയാണ്. സ്വഹാബത്തെ അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. മുഖാമുഖം നോക്കി പ്രവാചകന്റെ വാക്കുകൾ കേട്ടിട്ട് അവര് ആ സ്വഹാബിയെ നിരീക്ഷിക്കാൻ തയ്യാറാകുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ഉറ്റുനോക്കുകയാണ്. അവസാനം വെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും കുതിരയിൽ നിന്നും നിലത്തേക്ക് വീണു. നിലത്തേക്ക് മറിഞ്ഞു വീഴുന്ന മനുഷ്യൻ വേദന സഹിക്കവയ്യാതെ കാലും കയ്യും മുറിഞ്ഞു മാറിയ ആ മനുഷ്യൻ വേദന സഹിക്കവയ്യാതെ അവസാനം ഒരു ആയുധം നാട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണുകൊണ്ട് ആത്മഹത്യ വരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചത്തുപോകുന്ന രംഗം ഹുനൈന്റെ രണാങ്കണത്തിൽ കാണുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അശ്ഹദു വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ സാക്ഷി പറയുകയാ, വീണ്ടും വീണ്ടും ഞങ്ങൾ സാക്ഷി പറയുന്നു അങ്ങ് അള്ളാന്റെ റസൂലാണ് എന്ന്. കാരണം അങ്ങ് പറഞ്ഞത് സംഭവിച്ചു പ്രവാചകരെ, അയാൾ ആത്മഹത്യ ചെയ്തു ചത്തുപോയി റസൂലേ എന്ന്. സഹോദരങ്ങളെ, എത്രമാത്രം ദീനിന്റെ മാർഗത്തിൽ ഒഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായാലും നിലയുറപ്പിക്കുന്നവരായാലും അവസാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
അവന്റെ ആഖിബത്ത് പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. അന്ത്യം നോക്കിയിട്ടാണ് അള്ളാഹു കാര്യങ്ങൾ വിലയിരുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ, ആ നിലയ്ക്ക് മരണപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറ അതിന്റെ 217-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ യർതദിദു മിൻകും മൻ ദീനിഹി ഫയമുതു വഹുവ കാഫിർ. ആരെങ്കിലും ദീനിനെ ഇട്ടെറിഞ്ഞിട്ട് അവൻ കാഫിറായിട്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ അവന്റെ അന്ത്യം അല്ലാഹു ശുഭകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ അന്ത്യം വളരെ മോശമായിട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അവന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുകയാണ്. അവൻ നരകാവകാശികളിൽ പെട്ടുപോകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, മറ്റൊരു സംഭവം ഉഹദിന്റെ പോർക്കളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉഹദിന്റെ പോർക്കളത്തിലാണ് പ്രവാചകരും സ്വഹാബത്തും ഉള്ളത്. ആ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഓടി വരികയാണ് ആ പോരാട്ട ഭൂമിയിലേക്ക്. സ്വഹാബത്ത് കാണുകയാ. ആരാണെന്നറിയുമോ? അംർ ഇബ്നു ഉഖൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാ. അയാൾ കഴിഞ്ഞ നിമിഷം വരെയും ശിർക്കിന്റെ കൂടാരത്തിലായിരുന്നു, ലഹരിയുടെ വിൽപ്പനക്കാരനായിരുന്നു, ഏറ്റവും വലിയ പലിശ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും അധർമ്മത്തിൽ മുങ്ങിക്കുളിച്ച അംർ ഇബ്നു ഉഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ഓടി വരികയാ. എന്താ മനുഷ്യന്റെ പ്രത്യേകത എന്നറിയുമോ? അള്ളാന്റെ റസൂലും സഹാബത്തും പലപ്പോഴും തൗഹീദ് പറഞ്ഞു കൊടുത്തു, സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, പ്രവാചകരെയും സഹാബത്തിനെയും ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഉഹദിന്റെ പോർക്കളത്തിൽ പ്രവാചകരും സഹാബത്തും പോയ സമയത്ത് തന്റെ സഹോദരിയുടെ മുന്നിലേക്ക് വരുന്നത്. എനിക്ക് കുറ്റബോധമുണ്ട്, ആദർശം എനിക്ക് മനസ്സിലായി, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിറപ്പുഞ്ചിരിയോടുകൂടി എത്തണം, അതുകൊണ്ട് ഞാൻ കലിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. തന്റെ സഹോദരിയുടെ മുന്നിൽ കലിമത്ത് തൗഹീദ് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഓടുകയാണ് ഉഹദിലേക്ക്. അവിടേക്ക് ഓടുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയുധങ്ങളില്ല കയ്യിൽ. കിട്ടിയ ഒരു ഈന്തപ്പന മരത്തിന്റെ മടലുമായിട്ടാണ് ആ മനുഷ്യൻ ഓടുന്നത്. പോർക്കളത്തിലേക്ക് ഇറങ്ങി ശത്രുവ്യൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹം പോരാട്ട ഭൂമിയിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബത്തും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പിടഞ്ഞു വീണ് രക്തസാക്ഷിയാവുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ ഉഹദിലേക്ക് വരുമ്പോൾ ശിർക്കിന്റെ പ്രചാരകനായിട്ട് കണ്ടയാളാ, ശിർക്കിന്റെ പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിന്ന മനുഷ്യനാ. നമ്മൾ വരുമ്പോ അയാള് അള്ളാഹുവിന്റെ റസൂലെ, ഒരു വഖത്ത് ജീവിതത്തിൽ നമസ്കരിച്ചിട്ടില്ലല്ലോ, ഒരു വഖത്ത് ജീവിതത്തിൽ നമസ്കരിച്ചിട്ടില്ല, ഒരിക്കലും ദീനീ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല, ഒരു നന്മയും ചെയ്യുന്നത് കണ്ടില്ലല്ലോ. ആ മനുഷ്യനാണ് പിടഞ്ഞു വീണത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്, അദ്ദേഹം സ്വർഗാവകാശിയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഫീ ഖൽബിഹി ദഖലൽ ജന്ന. ആരെങ്കിലും നിഷ്കളങ്കതയോടുകൂടി മനസ്സിൽ തട്ടിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിക്കണം സഹോദരങ്ങളെ, രണ്ട് രംഗമാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വരച്ച് കാണിക്കുന്നത്. ഒരുപാട് അധ്വാനിച്ച മനുഷ്യൻ, ദഅ്വാ രംഗത്ത് നിറഞ്ഞു നിന്ന തൗഹീദിന്റെ മുന്നണി പോരാളിയായ മനുഷ്യൻ അവസാനം കാഫിറായിട്ട് ചത്തുപോകുന്നു. ശിർക്കിന്റെ കൂടാരത്തിൽ നിന്ന് കടന്നു വന്ന മനുഷ്യൻ ആ നിമിഷം സ്വർഗത്തിന്റെ വാഹകനാകുന്നു. കാരണം എന്തേ? ഇഖ്ലാസോടുകൂടി കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സഹോദരങ്ങളെ, നമ്മൾ അടിവരയിടേണ്ട ഒരു വിഷയമുണ്ട്. ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വിധി പറയാൻ പലരും സമയവും സന്ദർഭവും സ്ഥലവും നോക്കിയിട്ട് വിധി പറയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്.
വെള്ളിയാഴ്ച ദിവസം മരിച്ചാൽ പറയും അയാൾ സ്വർഗാവകാശിയാണ്, അയാൾ സ്വർഗാവകാശിയാണ്. മക്കയിൽ വെച്ച് മരിച്ചാൽ പറയും സ്വർഗാവകാശിയാണ്. പറയുന്നവരുണ്ട്. റമളാനിൽ മരിച്ചാൽ പറയും അയാൾ നല്ല മനുഷ്യനാ, സ്വർഗാവകാശിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അയാളെ വലിയ കൂടിയാക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു ലോകത്താ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നതിന് അള്ളാന്റെ റസൂൽ പ്രത്യേകത നൽകിയിട്ടുണ്ട്. പുണ്യഭൂമിയിൽ മരിക്കുമ്പോൾ അതിന് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചാൽ അവൻ സ്വർഗാവകാശിയാണെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. എന്താണ് ഉപാധി? തൗഹീദുള്ളവനായിരിക്കണം, തൗഹീദുള്ളവനായിരിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഫീ ഖൽബിഹി ദഖലൽ ജന്ന. ആ മുഖ്ലിസൻ ഫീ ഖൽബിഹി വെട്ടി അങ്ങ് മാറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗാവകാശിയാ. ശിർക്കിന്റെ വലിയ പ്രചാരകനായിരിക്കും. ശിർക്കിന് വേണ്ടി ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനു വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അദ്ദേഹം മരിക്കുമ്പോൾ അനുയായികൾ പറയും ഞങ്ങളുടെ ശൈഖുന മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടാ, അദ്ദേഹം വലിയുള്ളയാണെന്ന് പറയും. സഹോദരങ്ങളെ, അങ്ങനെ ഒരാളെ കുറിച്ച് വിധി എഴുതണമായിരുന്നു എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു. 10-ാം അധ്യായമായ സൂറത്ത് യൂസുഫ്, യൂസുഫിന്റെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ 3 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. 3 കാര്യങ്ങൾ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ. ഒന്നാമതായിട്ട് അയാൾ പറഞ്ഞത് ആമൻതു, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞു. മരിക്കാൻ നേരം റൂഹ് എത്തിക്കഴിഞ്ഞു, ആ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് ആമൻതു, ഞാനിതാ വിശ്വസിച്ചു. രണ്ടാമത് അയാൾ പറഞ്ഞത് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ, മൂസ നബിയും ഹാറൂൻ നബിയും വിശ്വസിച്ച ഏകനായ അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലയും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂന്നാമത് അയാൾ പറഞ്ഞത് വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് 3 പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു, മൂന്നാമത് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. സൂറത്ത് യൂസുഫ് 90-ാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാ, ആ മനുഷ്യനെ അല്ലാഹു പറഞ്ഞു ഈന്തപ്പനത്തടി മലർത്തിയടിക്കുന്നത് പോലെ അയാളെ അല്ലാഹു ചവിട്ടിക്കൊന്നു, അയാൾ ചത്തുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരാണത്? ഫിർഔൻ. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങളാണെന്നുള്ളത് എങ്കിൽ, നമ്മുടെ നാട്ടിലേക്ക് ആളുകളാണെന്ന് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ജാറം വരുന്നത് ഫിർഔന്റെ ആയിരിക്കും. കാരണം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചു, മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, നാം ആലോചിക്കണം. അല്ലാഹു പറഞ്ഞു ഏറ്റവും വലിയ വഴിപിഴച്ചവൻ അല്ലാഹുവിന്റെ ബദ്ധവൈരിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫിർഔൻ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, മാത്രമല്ല ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് അയാളുടെ ആ പ്രഖ്യാപനം അല്ലാഹു സ്വീകരിച്ചില്ല? റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ നടത്തുന്ന തൗബയ്ക്ക് അല്ലാഹു സ്വീകാര്യതയില്ല. ആർത്തിരമ്പുന്ന തിരമാലകളുടെ ഓളങ്ങളിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴാ ഫിർഔൻ ഇത് വിളിച്ചു പറയുന്നത്. റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയിട്ട് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കൂല. മറിച്ച് ആരുടെ ആഖിബത്താണ് നന്നാകുന്നത്, ആർക്കാണ് ശുഭ പര്യവസാനം ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്ത് അതിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ആ മുഖത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ആയത്തതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു പറയുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചു.
കലിമത്തു തൗഹീദ് അവർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞില്ല കൂട്ടരെ. സുമ്മസ്തഖാമു, അതിനോട് കൂറു പുലർത്തണം, അതിനോട് ആഭിമുഖ്യം കാണിക്കണം. പിന്നീട് അവന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയുമില്ല. അവന് പിന്നീട് ഏലസ് കാണുമ്പോൾ ഭയമുണ്ടാകില്ല. അവന് ജിന്നും ശൈത്താനും കാണുമ്പോൾ ഭയമുണ്ടാകില്ല. അവന് മന്ത്രവാദികളെ കാണുമ്പോൾ പേടിയുണ്ടാകില്ല. അവന്റെ മനസ്സിൽ അല്ലാഹു ഉറയ്ക്കുകയാണ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നു. അതിനോടവൻ കൂറു പുലർത്തുകയാണ്. അവന്റെ ജീവിതം കൊണ്ടത് തെളിയിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടവൻ തെളിയിക്കുകയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മുന്നിലേക്ക് മലക്കുകൾ വരികയാണ്. മലക്കുകൾ കടന്നു വന്നുകൊണ്ട് എന്താ പറയുന്നത്? അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാ. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. പേടിക്കണ്ട, ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നത് പ്രിയപ്പെട്ടവരെ തൗഹീദിൽ ഉറച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരെയാണ്. അങ്ങനെയുള്ള ഒരു ശുരുബ പര്യവസാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും വീണ്ടും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതൊരു ഖുതുബ നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ കേൾക്കുന്ന ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഹേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, പടച്ചവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവും റസൂലും എങ്ങനെയാണോ പടച്ചവനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത്, ആ രൂപത്തിൽ പടച്ചവനെ ഭയപ്പെടാൻ, പടച്ചവനെയും പ്രവാചകമുത്തിനെയും അനുസരിക്കാൻ വിശ്വാസികളെ നിങ്ങൾ തയ്യാറാകണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഓരോ വിശ്വാസികളോടും ഈ ഒരു ബോധം, ഈ ഒരു സന്ദേശം അടിക്കടി പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്തിയ പ്രവാചകനാണ്. ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും ബാപ്പയുമായിട്ട് അകന്നു പോകേണ്ട രംഗമുണ്ടാകുന്നു. അവർ നഷ്ടപ്പെടുകയാണ്. അവസാനം കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ നിന്നും അടിമ ചന്തയിലേക്ക് പോകുകയാണ്. അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് പോകുന്ന രംഗമുണ്ടാകുകയാണ്. ലൈംഗിക ആരോപണം വരെ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെടുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തുകയാണ്. അവസാനം അല്ലാഹു ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയം കൊടുത്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. മാതാപിതാക്കളെ തിരിച്ചു കൊടുത്തു, അധികാരം കൊടുത്തു. ഭരണാധികാരിയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോധിക്കുന്നു. എല്ലാ രംഗത്തുമുള്ള നിഅമത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുകയാണ് പ്രവാചകന്. അതൊക്കെ കിട്ടിയ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്.
എന്താണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്? തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിഅമത്തുകൾ ഒന്നൊന്നായിട്ട് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് തവഫനി മുസ്ലിമ. അള്ളാഹുവേ, നിഅമത്തുകൾ ഒരുപാട് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. ഏത് ഘട്ടത്തിൽ ഞാൻ മരിച്ചാലും തവഫനി മുസ്ലിമ, ശരിയായൊരു മുസ്ലിമായിട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിട്ട് എന്നെ നീ മരിപ്പിക്കണം റബ്ബേ. സാലിഹീങ്ങളോടൊപ്പം നാളെ പരലോകത്ത് എന്നെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറ അതിന്റെ 132-ാമത്തെ ആയത്തിൽ പ്രവാചകന്മാരുടെ ഒരു വസിയ്യത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്. തന്റെ പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും നടത്തിയ ഒരു വസിയ്യത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വവസ്സാ ബിഹാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. യാക്കൂബ് നബിയും വസിയ്യത്ത് ചെയ്തു, യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ദീനിനെ നിങ്ങൾക്ക് അല്ലാഹു തിരഞ്ഞെടുത്ത് തന്നതാണെങ്കിൽ, പരിശുദ്ധ ദീനിനെ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയതാണെങ്കിൽ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മക്കളെ. മക്കളോട് രക്ഷകർത്താക്കൾ നടത്തേണ്ട ഉപദേശവും അത് തന്നെയാണ്. ആഖിബത്ത് നന്നായില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതെ മാറുകയാണ്, പരലോകം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ചും പ്രവാചകന്റെ ഒറ്റയ്ക്കുള്ള നമസ്കാരം, രഹസ്യ നമസ്കാരങ്ങളിലൊക്കെയും അള്ളാന്റെ റസൂല് അവസാനത്തെ സുജൂദിൽ തല താഴ്ത്തി വെച്ചുകൊണ്ട് ആ സുജൂദിന്റെ അവസാന ഭാഗത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുമായിരുന്നു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചറബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ, നിന്റെ മതത്തിൽ എന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തണേ റബ്ബേ. ഈ പ്രാർത്ഥന നമ്മുടെ ചുണ്ടുകളിൽ നിന്നും നിർഗളിക്കണം, മനസ്സിൽ തട്ടിക്കൊണ്ട് നിർഗളിക്കണം. അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നു, തൗഹീദ് സ്വീകരിക്കാനുള്ള ഭാഗ്യം തന്നു. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. പ്രാർത്ഥനകൾ ഉണ്ടാവുക, ഒരിക്കലും അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുക.